എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ റെസിപ്പി നല്ലൊരു സോഫ്റ്റ് ഇഡ്ഡലിയാണ്. സാധാരണ നമ്മുടെ വീട്ടിൽ മിക്സിയിൽ മാവരച്ച് നല്ല സോഫ്റ്റായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല രുചിയുള്ള ഒരു ഇഡ്ഡലി റെസിപ്പിയാണ്. എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇഡ്ഡലി തയ്യാറാക്കാൻ വേണ്ടി ഇഡ്ഡലി അരി എടുക്കാം, അല്ലെങ്കിൽ ഡൂപ്പി അരി. ഇതൊന്നും അല്ലെങ്കിൽ സാധാരണ പച്ചരി എടുക്കാം. സാധാരണ റേഷൻ കടയിൽ നിന്നൊക്കെ കിട്ടുന്ന പച്ചരി എടുക്കാവുന്നതാണ്. 3 കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത്. ഞാനിവിടെ എടുത്തിട്ടുള്ളത് IR8 റോ റൈസ് അല്ലെങ്കിൽ പച്ചരിയാണ് എടുത്തിട്ടുള്ളത്. ഏത് ടൈപ്പ് പച്ചരി എടുത്താലും നല്ലതുപോലെ കഴുകിയെടുക്കണം. നമ്മൾ റേഷൻ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന പച്ചരി ആണെങ്കിൽ കുറച്ച് ചൂടുവെള്ളത്തിൽ കഴുകിയെടുക്കുന്നത് നല്ലതായിരിക്കും. ഒരുപാട് സ്മെല്ലൊന്നും ഉണ്ടാവില്ല അതുപോലെ ചൂടുവെള്ളത്തിൽ കഴുകിയെടുത്താൽ. അല്ലാത്ത അരിയാണെങ്കിലും 2-3 വട്ടം നല്ലതുപോലെ കഴുകി ഊറ്റിയെടുക്കണം. ഞാനിവിടെ ഏകദേശം ഒരു 350 ഗ്രാം അരിയാണ് എടുത്തിട്ടുള്ളത്. നമ്മുടെ 250 ml കപ്പിൽ 3 കപ്പ് അരി. 3 കപ്പ് അരിക്ക് 1 കപ്പ് ഉഴുന്ന് ചേർക്കാം. നിങ്ങൾക്ക് ഉഴുന്നും അരിയും രണ്ടായിട്ട് കഴുകി രണ്ടായിട്ട് കുതിർത്തിയെടുക്കണമെങ്കിൽ എടുക്കാവുന്നതാണ്. ഞാൻ പൊതുവേ ഒരുമിച്ച് തന്നെയാണ് ഇടുന്നത്, എന്നാലും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി കിട്ടാറുണ്ട്. ഇതിലേക്ക് 3/4 ടേബിൾ സ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം. നല്ല മുരിഞ്ഞ ദോശ കിട്ടാനും അതുപോലെ നല്ലൊരു സ്മെല്ലുണ്ടാവാനും വേണ്ടിയിട്ടാണ് ഈ ഒരു ഉലുവ ചേർത്ത് കൊടുക്കുന്നത്. ഈ ഒരു മാവ് കൊണ്ട് നമുക്ക് ദോശയും തയ്യാറാക്കാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് അളവിൽ സാബുദാന അല്ലെങ്കിൽ ചവ്വരി ചേർത്ത് കൊടുക്കാം. ചവ്വരി ചേർത്ത് കൊടുക്കുന്നത് ഓപ്ഷണലാണ്, പക്ഷെ നല്ല വെളുത്ത നല്ല പഞ്ഞി പോലുള്ള നല്ല രുചിയുള്ള ഇഡ്ഡലി ആയിരിക്കും കുറച്ച് സാബുദാന ചേർത്ത് കൊടുത്താൽ. 3 കപ്പ് അരിയൊക്കെ എടുക്കുമ്പോൾ ഏകദേശം ഒരു 1/2 കപ്പ് മതിയാവും. ഈ ചേരുവകളെല്ലാം നല്ലതുപോലെ കഴുകിയെടുക്കണം. 3-4 തവണ നല്ലപോലെ കഴുകിയെടുത്തതിന് ശേഷം കുറച്ചധികം വെള്ളത്തിൽ കുതിർത്തി വെക്കണം. വേറെ സോക്ക് ചെയ്യണം എന്നുള്ളവർക്ക് അങ്ങനെ കുതിർത്തി വെക്കാവുന്നതാണ്. കുറച്ചധികം വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഏകദേശം ഒരു 3-4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒരു വലിയ പാത്രത്തിൽ കുതിർത്തി വയ്ക്കുക. മിനിമം 6 മണിക്കൂറെങ്കിലും കുതിർത്തി വെക്കണം. 8 മണിക്കൂർ വരെ കുതിർത്തി വയ്ക്കാം. നന്നായി സോക്കായാലാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി കിട്ടുക. ഒരുമിച്ച് കുതിർത്തുന്നവരാണെങ്കിൽ കുറച്ച് അധികം നേരം തന്നെ വെക്കുക കേട്ടോ. ഒരു 8 മണിക്കൂറൊക്കെ ടൈം ഉണ്ടെങ്കിൽ വെച്ചു കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ എല്ലാം കറക്റ്റായിട്ട് കുതിർന്ന് വരില്ല. ഞാനിവിടെ ഏകദേശം ഒരു 8 മണിക്കൂർ കുതിർത്തിയതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇഡ്ഡലിക്ക് വേണ്ടി അരയ്ക്കുന്ന സമയത്ത് 1/2 കപ്പ് മാത്രം വെള്ളം ചേർത്ത് കൊടുക്കുക. ഒരുപാട് വെള്ളത്തിൽ അരച്ചെടുക്കരുത്. ഇഡ്ഡലി മാവ് അരച്ചതിന് ശേഷം പൊന്തി വന്നതിന് ശേഷം മാത്രം നമുക്ക് വെള്ളം ചേർത്തിട്ട് അതിൽ ദോശ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ എപ്പോഴും നമ്മൾ ഇഡ്ഡലിക്ക് അരക്കുന്ന സമയത്ത് കുറച്ച് വെള്ളം കുറച്ച് നല്ല തിക്ക് ബാറ്ററായിട്ട് അരച്ചെടുക്കണം. ഇഡ്ഡലി മാവ് എപ്പോഴും നല്ല കനമുള്ള ബാറ്ററായിരിക്കും. ഒരുപാട് വെള്ളം പോലെ ലൂസായ ബാറ്റർ ആയിരിക്കില്ല. വളരെ കുറച്ച് വെള്ളം ചേർത്ത് മാത്രം അരച്ചെടുക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ കുറച്ചായിട്ട് അരച്ചെടുക്കുന്നതായിരിക്കും നല്ലത്. ഞാനിവിടെ 3 തവണയാണ് അരച്ചെടുത്തിട്ടുള്ളത്. മുഴുവനായിട്ട് കുതിർന്ന് വന്നതിന് ശേഷം 3 തവണയാണ്. മിക്സിയിൽ അരച്ചെടുത്താലും കറക്റ്റായിട്ട് അരഞ്ഞു കിട്ടും. അതുപോലെ കുതിർത്തുന്നതിനനുസരിച്ച് അരഞ്ഞു കിട്ടാൻ എളുപ്പം ഉണ്ടാവും. നല്ലതുപോലെ കുതിർന്നിട്ടുണ്ടെങ്കിൽ നല്ലപോലെ അരഞ്ഞു കിട്ടും. ഒരുപാടങ്ങ് പേസ്റ്റ് പോലെ അരയണ്ട. നമ്മൾ ഇഡ്ഡലിയൊക്കെ ആയതുകൊണ്ട് തന്നെ ചെറിയൊരു തരിതരിപ്പ് ഉണ്ടാവണം. എന്നാലും ഒരുപാട് വലിയ തരിയല്ല, വളരെ ചെറിയ തരിതരിപ്പ് ഉണ്ടാകുന്നത് നല്ലതായിരിക്കും. ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ ഇഡ്ഡലി ഉണ്ടാക്കാൻ വേണ്ടി അരച്ച് വെക്കുന്നവരാണെങ്കിൽ തലേ ദിവസം ഒരു 3 മണിക്കൊക്കെ കുതിർത്താൻ വെച്ചാൽ മതിയാവും. 3 മണിക്ക് കുതിർത്തിയതിന് ശേഷം ഒരു 8-9 മണിയാവുമ്പോൾ രാത്രി അരച്ച് വയ്ക്കുക. അതിനുശേഷം രാവിലെ എടുത്ത് ബ്രേക്ക്ഫാസ്റ്റിന് കറക്റ്റായിട്ട് അത് ഫെർമെൻ്റായിട്ട് കിട്ടിയിട്ടുണ്ടാവും. ഒരു ഹോൾ നൈറ്റ് മുഴുവനായിട്ട് ഫെർമെൻറ്റ് ചെയ്യാൻ വയ്ക്കുക. അതുപോലെ ഒരു 3 മണി മുതൽ ഒരു 9 മണി വരെയൊക്കെ കുതിർത്താൻ വെച്ച് കഴിഞ്ഞാൽ എല്ലാം നന്നായി കുതിർന്ന് വളരെ വേഗത്തിൽ അരച്ചെടുക്കാനും പറ്റും. അപ്പോൾ ഈ ഒരു മാവ് നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇതൊരു വലിയ പാത്രത്തിൽ വയ്ക്കുക. പൊങ്ങി വരുമ്പോൾ കുറച്ച് അധികം ഉണ്ടാവും. അടച്ച് വയ്ക്കാൻ ശ്രദ്ധിക്കുക. ഇനി നിങ്ങൾ തണുപ്പുള്ള രാജ്യത്ത് താമസിക്കുന്നവരാണെങ്കിൽ ഫെർമെൻ്റായി വരാൻ കുറച്ച് ടൈം എടുക്കും. അതനുസരിച്ച് നിങ്ങൾ വെച്ച് കൊടുക്കുക. ഓവനുള്ളിൽ വെക്കാവുന്നതാണ്. ഇനിയിപ്പോൾ നമ്മുടെ നാട്ടിലാണെങ്കിലും മഴക്കാലമൊക്കെയാണ്, തണുത്ത കാലാവസ്ഥയാണെങ്കിൽ നമുക്ക് റൈസ് കുക്കറിൻ്റെ ഉള്ളിൽ ഈ ഒരു ഇതെടുത്ത് വെക്കാവുന്നതാണ്. അപ്പോഴേക്കും പെട്ടെന്ന് തന്നെ അത് ഫെർമെൻ്റായി കിട്ടും. ഇതിപ്പോൾ ഞാൻ കറക്റ്റായിട്ട് പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ. രാവിലെ എടുത്ത് നോക്കുമ്പോൾ ഏകദേശം ഒരു 6-7 മണിക്കൂറാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. നല്ലതുപോലെ പൊന്തി ആ ഒരു പാത്രം മുഴുവനായിട്ടുണ്ട്. ഈ ഒരു പാത്രം പകുതി ഉണ്ടായിരുന്ന മാവാണ്. അപ്പോൾ ഇത് നല്ലപോലെ കറക്റ്റ് കൺസിസ്റ്റൻസിയിലുമാണ് കിട്ടിയിട്ടുള്ളത്. ഇനി ഈ മാവിൽ വെള്ളം ചേർത്തിട്ട് നമുക്ക് വേണമെങ്കിൽ ദോശ തയ്യാറാക്കാം. ആദ്യം ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നില്ല. ഇത് പൊന്തിയതിന് ശേഷമാണ് ഉപ്പ് ചേർക്കേണ്ടത്. ആദ്യം ഉപ്പ് ചേർത്താൽ മാവിന് നല്ല പുളിയായിരിക്കും. ഫെർമെൻ്റായി വരുമ്പോഴത്തേക്കും നല്ല പുളിച്ച ഇഡ്ഡലി ആയിരിക്കും ഉണ്ടാവുക. പുളി കൂടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഉപ്പ്
പൊന്തിയതിന് ശേഷം മാത്രം ചേർത്ത് കൊടുക്കുന്നത്. ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കുക. എല്ലാ ഭാഗത്തേക്കും ഉപ്പ് പിടിപ്പിച്ചെടുക്കാം. ഞാനിവിടെ ഇന്ന് ഇഡ്ഡലി മാത്രമാണ് ചെയ്യുന്നത്. ദോശ വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും. ഇഡ്ഡലി ചെമ്പിൽ കുറച്ച് വെള്ളം താഴെ ഒഴിച്ചതിന് ശേഷം ഇഡ്ഡലി തട്ട് വെച്ച് കൊടുക്കുക. അതിനുശേഷം അതിന് മുകളിലേക്ക് കുറച്ച് എണ്ണ ഒന്ന് ഗ്രീസ് ചെയ്തിട്ട് കൊടുക്കുക. ഇഡ്ഡലി തട്ടിൽ ഒരുപാട് വെള്ളത്തിൻ്റെ അംശം ഇല്ലാത്തതാണ് നല്ലത്. വെള്ളമെല്ലാം ഒന്ന് തുടച്ച് കളഞ്ഞതിന് ശേഷം ഇതുപോലെ എണ്ണ ഒന്ന് ഗ്രീസ് ചെയ്തിട്ട് കൊടുക്കുക. അതിനുശേഷം ഓരോ തവയായിട്ട് ഇഡ്ഡലി മാവ് ഒഴിച്ചു കൊടുക്കുക. നമ്മൾ നേരത്തെ അരച്ച മിക്സിൽ ഒന്നും ചേർത്തിട്ടില്ല, ഉപ്പ് മാത്രം ചേർത്തതിന് ശേഷം മിക്സ് ചെയ്ത് ഒഴിച്ചു കൊടുക്കുകയാണ് ഇഡ്ഡലി ഉണ്ടാക്കാൻ. നമ്മൾ ഇതേ മാവ് ദോശയ്ക്ക് വേണ്ടി എടുക്കുമ്പോൾ കുറച്ചുകൂടി വെള്ളം ഒഴിച്ച് ഒന്ന് ലൂസ് കൺസിസ്റ്റൻസി ആക്കിയിട്ട് മാത്രം ദോശ ചുട്ടെടുക്കുക. അപ്പോഴാണ് നല്ല ക്രിസ്പി ആയിട്ട് ദോശ കിട്ടുക. ഒരുപാട് കനത്തിലുള്ള മാവ് വെച്ച് ദോശ ചുട്ടാൽ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. മുഴുവൻ മാവ് എല്ലായിടത്തും ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതൊന്ന് അടച്ച് വയ്ക്കുക. അടച്ച് വെച്ച് ഒരു 5 മുതൽ 7 മിനിറ്റ് വരെ എടുക്കുള്ളൂ. ഇഡ്ഡലി പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടും. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി, ഒരുപാട് ഹൈ ഫ്ലെയിമിലും ഇഡ്ഡലി വെക്കണ്ട. മാവുണ്ടെങ്കിൽ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റാണ് ഇഡ്ഡലി. സൗത്ത് ഇന്ത്യയിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും ഫേമസ് ആയിട്ടുള്ളതും ഒരുപാട് ആളുകൾ കഴിക്കുന്നതുമായിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി കൂടിയാണ് ഈ ഒരു ഇഡ്ഡലി എന്ന് പറയുന്നത്. നല്ല സോഫ്റ്റായിട്ട് നമ്മുടെ മിക്സിയിലൊക്കെ തന്നെ അരച്ച് നമുക്ക് റെഡിയാക്കി എടുക്കാം. കടയിൽ നിന്നൊക്കെ കഴിക്കുന്ന പോലെ നല്ല ടേസ്റ്റുള്ള ഇഡ്ഡലിയാണ്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല വൈറ്റ് സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അരക്കപ്പ് സാബുദാനയ്ക്ക് പകരമായിട്ട് അരക്കപ്പ് അവല് ചേർക്കാം, അല്ലാന്നുണ്ടെങ്കിൽ അരക്കപ്പ് ചോറും ചേർക്കാവുന്നതാണ്. വൈറ്റ് റൈസാണ് നല്ലത്. അതുപോലെ റൈസ് ചേർക്കുന്നവരാണെങ്കിൽ ഒരുപാടൊന്നും ചേർക്കരുത്. ഒരുപാട് ചേർത്താൽ ഇഡ്ഡലിക്ക് ചെറിയൊരു ഒട്ടൽ വരാൻ ചാൻസ് ഉണ്ട്, ഒരു പശ പോലെ തോന്നിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ സാബുദാന ഉള്ളവർ അത് വെച്ച് തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എല്ലാവർക്കും റെസിപ്പി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നല്ലൊരു സോഫ്റ്റ് ഇഡ്ഡലി റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. നിങ്ങൾ ഇതുപോലെ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ബാക്കിയുള്ള ഇഡ്ഡലി മാവ് നല്ലൊരു എയർ ടൈറ്റ് കണ്ടെയ്നറിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക. പുറത്ത് വെച്ചാൽ നല്ല പുളിപ്പായി പോവും. ഒരുപാട് പുളിക്കാതിരിക്കാൻ നല്ലൊരു എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ അല്ലെങ്കിൽ നല്ലപോലെ കവർ ചെയ്തിട്ട് എപ്പോഴും ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇനിയും നല്ല നല്ല റെസിപ്പികളായിട്ട് വരുന്നതായിരിക്കും. അതുവരേക്കും താങ്ക് യു.